നീലി എങ്ങനെയാണ് ഇവയ്ക്ക് ഈ പേര് കിട്ടിയത്? നമുക്ക് കണ്ടറിയാം. കൊല്ലവർഷം 30. പയ്യന്നൂർ എന്നൊരു കൊച്ചു ഗ്രാമം. അവിടെ അതിസുന്ദരി ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേര് അല്ലി എന്നാണ്. അല്ലിക്ക് നമ്പി എന്ന് പറയുന്ന ഒരാളോടായിരുന്നു ഇഷ്ടമുള്ളത്. അങ്ങനെ അവളുടെ അമ്മ അവനെ ഓടിച്ചപ്പോൾ അവൾ അവളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് പിന്നീട് ചെയ്തത്. പക്ഷെ അവനൊരു ചതിയനായിരുന്നു. അല്ലി ഉറങ്ങിയതിനു ശേഷം നമ്പി ഒരു വലിയ പാറക്കഷ്ണം എടുത്ത് അവളുടെ തലയ്ക്കിടച്ച് അവളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കൊണ്ടുപോയി. പിന്നീട് അല്ലിയുടെ ആങ്ങള വന്ന് കാണുകയും അവൻക്കത് സഹിക്കാൻ പറ്റാതെ അവനെ സ്വന്തം തല ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഇതൊക്കെ നടന്നത് കള്ളിയങ്കാടായിരുന്നു. ആ ബ്രാഹ്മിൻ കുറച്ചു ദൂരം തന്നെ എത്തിയപ്പോൾ ഒരു വലിയ സർപ്പം വന്ന് അവനെ കടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ചോള രാജ്യത്തെ രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. അവരുടെ പേര് നീലനും നീലിയും എന്നായിരുന്നു. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നു. ഇക്കാരണവശാൽ അവരെ 2 പേരെയും ആ രാജ്യത്ത് നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. അവർ അങ്ങനെ നടന്ന് കള്ളിയങ്കാടാണ് എത്തിയത്. ഇവർ പുനർജനിച്ചതിനു ശേഷം കുറെ മനുഷ്യരെ കടിച്ചു ക്രൂരമായി കൊലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും കൂടി കത്തനാർ എന്ന ബ്രാഹ്മണനെ വിളിക്കുകയും അവൻ നീലനെ തളയ്ക്കുകയും ചെയ്തു. പക്ഷേ നീലിയെ അവർക്ക് തളയ്ക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കുറെ വർഷത്തിന് ശേഷം കള്ളിയങ്കാട്ടിൽ അവൾ അവളുടെ സൗന്ദര്യത്താൽ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും പിന്നീട് അവളുടെ ഭയാനകമായ രൂപത്തിൽ അവരെ കൊന്നൊടുക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും കട്ടനാർക്ക് അവളെ തളയ്ക്കാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ അവളെ തളയ്ക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ നീലിയുടെ കുറെ അംശങ്ങൾ അവിടെ ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോഴും ആൾക്കാർക്ക് പോകാൻ വലിയധികം പേടിയാണ്.